ഗായ്സ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബി ആർ റാങ്കാണ് കളിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സി എസ് നോക്കിയപ്പോൾ സി എസ് ആയില്ല. അപ്പോൾ ബി ആർ റാങ്ക് കളിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബി ആർ റാങ്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡുവോ കളിച്ചപ്പോൾ അവൻ വന്നു കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേ എന്താ അവൻ്റെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തോ ഹോണർ സ്കോറില്ല. അപ്പോൾ ഞാനവിടെ സോളോ ഇട്ട് കളിച്ചു. സോളോ സ്റ്റാർട്ടായി. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും കളിക്കാൻ നേരത്ത് ഭയങ്കര ചെറിയൊരു ലാഗൊക്കെ ഉണ്ടായിരുന്നു. എന്താ കളി സ്റ്റാർട്ടായി. കുറച്ച് നേരം എന്നാ പറയുക അവിടെ നിന്നു. കളി സ്റ്റാർട്ടായ ശേഷം നമ്മൾ ലോബി ചെന്നു. ലോബി നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു വീടിൻ്റെ മണ്ട കയറാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ വീടിൻ്റെ മണ്ടയിലോട്ട് കയറാൻ നോക്കിയപ്പോൾ നടന്നില്ല. പക്ഷേ നമ്മൾ ഓൾഡ് പീക്കായിരുന്നെങ്കിൽ എത്ര വേണമെങ്കിൽ അടിക്കായിരുന്നു. ഇപ്പം എക്സ്ട്രാ മാപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കളിക്കാൻ പറ്റാത്തത്. ബെർമുഡ ആയിരുന്നു ശബ്ദം കൂടി പറ്റിയത്. ബെർമുഡ മാപ്പ് ആയിരുന്നു കുറച്ച് എന്താ പറയുക നല്ലപോലെ കളിക്കായിരുന്നു. അപ്പോൾ നേരെ ഞാൻ ഡിസ്പ്ലേ എടുത്തിട്ട് ഞാൻ ക്ലാസിക് ആക്കിയ ശേഷമാണ് ബാക്കി കളിച്ചത്. ഓഷൻ ആക്കിയപ്പോൾ എനിക്ക് അത്ര കളിക്കാൻ പറ്റില്ല, ഭയങ്കര ലാഗായിരുന്നു. ഇനി ഞാൻ നേരെ ഇവിടെ താഴെ ചടന്ന് വെച്ചായിരുന്നു. അവിടെ എനിമി ആയതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് ചാടിയത്. പിന്നെ നമ്മൾ താണ്ടെ പ്ലെയിനിൽ നിന്ന് മാപ്പ് വെച്ചു. മാപ്പായിരുന്നു നമ്മൾ എന്താ പറയുക എക്സിറ്റ് നിന്ന് നേരെ നമ്മൾ ആ പിക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കൺട്രോൾസ് എല്ലാം എന്താ ഒരടക്കം. അപ്പോൾ നേരെ ഞാൻ അവിടെ വെച്ച് പിടിക്കുകയാണ്. നേരെ പാരഷൂട്ടിൽ നിന്ന് അവൈലബിൾ ആക്കി എന്നാ പറയുക സ്കിൻസ് ഒന്നും ഇട്ടിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. നേരെ ഇറങ്ങിയപ്പോൾ തന്നെ പാരഫിൽ കിട്ടി. പാരഫിൽ എടുത്താൻ വേണ്ടി ഓടി. പാരഫിൽ എടുത്ത് കഴിഞ്ഞ് ഇതാ ഞാൻ ഇപ്പുറത്തോട്ട് അപ്പോൾ ഷീൽഡ് എടുക്കാൻ പറ്റിയാൽ എനിക്ക് ഷീൽഡ് ഇഷ്ടപ്പെടില്ല. അവിടെ ഇൻഫോർ എടുത്തില്ല. എനിക്ക് താഴോട്ട് നിന്നപ്പോൾ വെക്ടർ എടുക്കുന്നു. ആ വെക്ടർ എടുത്തിട്ട് നേരെ താഴോട്ട് പോയി. അവിടെ ഏക്കടപ്പണത് ഒരു ബാഗും കിടപ്പണത്. ഏക്കയാണ് വെച്ചിട്ട് ബാഗും ബാഗ് പറഞ്ഞാൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അത് വേറെ കാര്യം. എന്നിട്ട് നേരെ ഇങ്ങനെ സൈഡിൽ കൂടെ പോയി. അവിടെ ഒരു എനിമിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്ര പറ്റിയില്ല. ഞാൻ കേട്ട് എവിടെ നിന്നൊരു ഡൗട്ട്. നേരെ ഞാൻ സിപ്പ് വേർഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ എനിമിയില്ല. പിന്നെ എവിടെ നിന്നാണ് എനിമി വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡിൽ കൂടെ പോയിട്ട് പുറത്തോട്ട് നോക്കിയപ്പോൾ ഹെഡടിച്ച് അവൻ്റെ തല പൊളിച്ച്. എനിക്ക് നേരെ വെച്ച് പിടിച്ച്. അത് കഴിഞ്ഞ് നമ്മളിത് അവൻ്റെ ലൂട്ടിങ് എടുക്കുമ്പോഴാണ് അവൻ്റെ കൈ P90 എടുക്കുന്നത്. അപ്പോൾ ഞാൻ P90 എടുക്കാൻ കഷ്ടപ്പെട്ടു. ഈ സാധനം അടിയിലായിരുന്നു. അതായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂട്ടെടുക്കുന്ന സമയത്ത് അവൻ്റെ ഈ P90 ഞാൻ എടുത്തു. P90യും മാത്രമേ എടുത്തുള്ളൂ. P90 ഊസി എടുത്ത് ഞാൻ അവൻ്റെ M4 എൻ്റെ പാരഫിൽ പറ്റി അവൻ്റെ M4 എടുത്തു. സെക്കൻഡ് ആക്കിയിരുന്നു അവൻ്റെ ലെവൽ അപ്പ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ താഴോട്ട് പോയി. നേരെ ഞാൻ നീലവിലോട് ഞാൻ ടാർഗറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ അടുക്കാറായി. എൻ്റെ പെട്ടി കിടപ്പുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ നേരെ മോളിപ്പോൾ എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടി അകത്ത് കയറി. ആദ്യം അകത്ത് കയറിയപ്പോൾ ഒരു സാധനമില്ല. P90 കിടപ്പുണ്ട്. പിന്നെ വേറെ തോംസൺ ഒക്കെ കിടപ്പുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നേരെ മോളോട്ട് വെച്ചിടിച്ച് കയറിയത് 2 മെഡിക്കറ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ വിട്ട് നേരെ മോളോട്ട് പോയപ്പോൾ ഇപ്പോട്ടെ ഒരു സാധനം കിടക്കുന്നത്. ഇത് എടുക്കുമ്പോൾ പോയി. ഞാൻ എന്നിട്ട് നേരെ ഇപ്പുറത്ത് വന്നു. സോണായതുകൊണ്ട് ഞാൻ സോണിൽ നിന്ന് ഇറങ്ങി വന്നു. ഇത് കഴിഞ്ഞ് നേരെ ഞാൻ ബൈക്കെടുത്ത് സ്ഥലം വിടണം. ഇവിടെയൊക്കെ ചെറുതായിട്ട് തട്ടി
പോട്ടെ. പക്ഷെ ഞാൻ തന്നെ മോളോട്ട് അങ്ങ് വെച്ചങ്ങ് കാച്ചി. ഞാൻ മോളോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദമൊക്കെ കേട്ടു. അത് ഞാൻ മൈൻഡേക്കിൽ നേരെ പോയി. പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങി. ഫോൺ ശകലം ലാഗൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി. ശകല ലാഗൊക്കെ ഉണ്ട്. അത് പോട്ടെ. ശകല ലാഗ് അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവിടെ ഒരു വെടിയുണ്ട് ശബ്ദം. നോക്കുമ്പോൾ അതാണ് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം വെടി. പിന്നെ ഞാൻ ഇവിടെ വന്നതാ ഇതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. സെറ്റിങ്സ് വരെ നോക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി. ഞാനിത് സൗണ്ടൊക്കെ ഒന്ന് നിർത്തി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നേരെ പിടിച്ച് നോക്കുമ്പോൾ അതാണ്ട് അവിടെയൊക്കെ വെടിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.